ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ഇന്നൊരു കണ്ടില്ലേ കുറച്ച് തുണിയൊക്കെ എടുക്കുന്നുണ്ടോ, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി എടുക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹടിപിടിയായിട്ടാണ് നടക്കുന്നത്. മുന്നേ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ വീഡിയോക്ക് സ്റ്റാർട്ടിങ് ഒരു ഇൻട്രോ അങ്ങനെയൊന്നും വരാത്തത് തന്നെ. ഇതിപ്പോൾ ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ നേരെ വന്ന് ഒരു കോള് വന്ന അടിസ്ഥാനത്തിൽ ചാടി എണീച്ച് ഉറക്കം എണീച്ച് ഓക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനിൽ പോകണം. അതിന് വേണ്ടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം. ഫംഗ്ഷന് പോകുന്നുണ്ട്, ഞങ്ങൾ കുറേ പേര് ചേർന്നാണ് പോകുന്നത്. അതിൽ 2-3 മനുഷ്യന്മാരും ബാക്കി 4 മൃഗങ്ങളുമായിട്ടാണ് പോകുന്നത്. മൃഗങ്ങൾക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിനുള്ള മെറ്റീരിയലാണ് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ബാക്കി സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത്, കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ തെണ്ടി നടന്ന് കളക്ട് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം കിട്ടി. ഇത് ലേസ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുകയാണ്, ഹെയർ ക്ലിപ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വാങ്ങിച്ചു. എന്താ പരിപാടി എന്നല്ലേ പറഞ്ഞു വരുന്നത്? പരിപാടി വേറൊന്നുമല്ല, ഇന്ന് പോസമിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട്. അതായത് ഈ നമ്മുടെ മൃഗസ്നേഹികളായ ആൾക്കാർക്ക് അവരുടെ പെറ്റ്സിനൊക്കെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഷോ. അപ്പോൾ അവിടെ ഒരു ഫാഷൻ ഷോ ആണ്. ഇത് കണ്ടോ, ഒരു പറക്കുന്ന മാലാഖയുടെ ചിറക്, ഇതൊക്കെ നോക്കി. പക്ഷേ ഇതെൻ്റെ പട്ടിക്കുട്ടി വെച്ച് നടക്കാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. വേറെ ടൈമും പൈസയും വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. സംഭവം അടിപൊളിയാണ്, പക്ഷേ ഞാൻ പിന്നീട് എനിക്കിത് വാങ്ങും. ഓൺലൈനിലൂടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. വില ഇതിന് 1300. അതുകൊണ്ട് ഒന്നും കൂടി ഓൺലൈനിൽ നോക്കിയിട്ട് കുറച്ചുകൂടി പ്രൈസ് കുറവാണെങ്കിൽ വാങ്ങാമെന്ന് കരുതി. പിന്നെ അവിടെ പോയി ഞാൻ അല്ലാതൊരു ഫെയറിൻ്റെ ചിറകെടുത്ത്. ആക്ച്വലി എനിക്ക് തീം അതായിരുന്നു. എനിക്ക് എന്താ പറയുക, ഈ ഏഞ്ചൽ ബട്ടർഫ്ലൈ അങ്ങനത്തെ ഒരു തീമിലാണ് എൻ്റെ ഡോഗിനെ തയ്യാറാക്കേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ തീമിലാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഡോഗിനും, എൻ്റെ കയ്യിൽ ഡോഗും ഉണ്ട്, ഒരു ക്യാറ്റും ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് അർച്ചനില്ല, അവളുടെ കയ്യിൽ 2 ക്യാറ്റുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊന്നും ഇതുവരെ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് ചെയ്യാമെന്ന് കരുതി. വരുന്ന വഴിക്ക് കണ്ടോ വെള്ളം പോകുന്നത് കണ്ടോ? എനിക്കറിയില്ല, കുട്ടനാട്ടേക്ക് വല്ലതും പോകുന്നതായിരിക്കാം. നേരെ കുറച്ച് ഫുഡ് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി സ്റ്റിച്ചിങ് തുടങ്ങി. വിടിയെന്ന് പറഞ്ഞ് സ്റ്റിച്ചിങ് തുടങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ പോലും ചെയ്യാതിരുന്ന ഭ്രാന്ത് പിടിച്ച പോലെ പണിയെല്ലാം തീർത്ത് ആക്ച്വലി ടൈമിൽ എത്താൻ പറ്റുന്നു പോലും വിചാരിച്ചില്ല. ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തതേ ഇല്ല, കുറേ സമയത്തെല്ലാം വീഡിയോ മിസ്സായി. അവൻ തേണ്ടി സുന്ദരിയായിട്ട് കുളിച്ച് വൃത്തിയായി ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ആള്. ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ദേഹമൊക്കെ ഉണക്കി ഡ്രയറിലിട്ട് നല്ലോണം കോംപ് ചെയ്ത് ഓൾമോസ്റ്റ് എൻ്റെ ഡ്രസ്സെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എന്നെ കുറേയൊക്കെ പിഞ്ചു സഹായിച്ചു കേട്ടോ, ഇതൊക്കെ ഒട്ടിക്കാനും മുത്തും കല്ലൊക്കെ പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ പൂച്ചയ്ക്കുള്ള ഡ്രസ്സും പട്ടിക്കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ രാത്രി ഇറങ്ങിയത്. ഞങ്ങൾ ടൈമിൽ എത്തുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ടെൻഷൻ അടിച്ച് തന്നത്. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് നമുക്കവിടെ ചെന്ന് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ മോശമല്ലേ? പ്രൈസ് ഒന്നും കിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പങ്കെടുത്താൽ മതി, അവിടെ ചെല്ലണം, ഇത് കിട്ടണം, നടക്കണം, ഇത്ര മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സംഭവം എന്തായാലും കളറായിട്ടോ. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും ഞങ്ങളുടെ കൊണ്ടുപോയ ആൾക്കാർ 4 പേരും നടന്നു. പൂച്ചകളുടെ സെക്ഷനിൽ അവരും നടന്നു, ഡോഗിൻ്റെ സെക്ഷനിൽ അവനും നടന്നു. അങ്ങനെ അതിമനോഹരമായിട്ട് ഞങ്ങൾ നടന്നു. അപ്പോഴാണ് ഞാൻ ആദ്യം പോയി. എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കാണ്ട് എനിക്ക് തീരെ എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സെക്ഷൻ ഞാൻ പോയപ്പോൾ, അതായത് ഫസ്റ്റ് സെക്ഷനിൽ വന്ന ആൾക്കാരെ അവർ വീണ്ടും ഒന്നും കൂടി കയറ്റി, സെലക്ട് ആയ ആൾക്കാരെ ഒന്നും കൂടി കയറ്റും. അപ്പോൾ സെക്കൻഡ് സെലക്ഷനിലായി നടന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സന്തോഷമായി. ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടം വരെ വന്നത് കൂട്ടൊരു പ്രയോജനമായല്ലോ എന്ന്. ഇതെൻ്റെ മോള് എൻ്റെ തന്നെ പൂച്ചക്കുട്ടിനെയും കൊണ്ട് പോയതാണ്. അവള് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്റ്റേജിൽ കയറുന്നതൊക്കെ. എനിക്കറിയില്ല നടക്കുമെന്നും. എങ്ങനെയൊക്കെയോ നടന്നു. കുറച്ച് 2-3 സ്റ്റെപ്പ് പോകും, പൂച്ചയല്ലേ ഭയങ്കര മടിച്ചിയാ, 2 സ്റ്റെപ്പ് പോകും പിന്നെ വെക്കൂല. അങ്ങനെ എന്തായാലും അവളും പോയി നടന്നിട്ടൊക്കെ വന്ന്. ഒന്നും കിട്ടുന്നൊന്നും യാതൊരു പ്രതീക്ഷയില്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ നല്ല സൂപ്പർ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയെ ഓരോന്ന് പട്ടിക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും കാണാൻ എന്ത് രസമാണെന്നറിയാവോ. നമ്മുടെയൊന്നും ഒന്നും ഇല്ല അവിടെ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെല്ലാം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതല്ല, അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ ഒരുപാട് ട്രെയിൻഡ് ആണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുപോയി. എൻ്റെ ഹസ്കി ആണെങ്കിൽ അത്ര കാമാൻ പോയിട്ടൊന്നുമല്ല, കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ബഹളം വെച്ച് നടക്കുന്നത്, ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവിടെ അവനെ കൊണ്ടുപോകാറില്ല അങ്ങനെ. പക്ഷെ എന്തായാലും അവൻ കയറി നടന്നത് എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. ഇത് അർച്ചനയുടെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അർച്ചനയുടെ കയ്യിൽ 2 പൂച്ചക്കുട്ടിയുണ്ട്. അവർ രണ്ടുപേരും അവരുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഞങ്ങളെല്ലാം വെപ്രാളം പിടിച്ച് ഒപ്പിച്ചതാണ്. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തു കൂടിയില്ല. ഇത് രണ്ടാമത്തെ ആളും വന്നിട്ടുണ്ട്. അവരും വന്ന് പോസ്റ്റൊക്കെ ചെയ്ത് നടന്ന് അങ്ങനെ അവർ കുറച്ച് നേരം നടക്കുകയുള്ളൂ കേട്ടോ, പൂച്ചപ്പട്ടിനെ കണക്കൊന്നും നടക്കൂല. അങ്ങനെ അതും കഴിഞ്ഞു. അടുത്ത എൻ്റെ സെക്ഷനാട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബ്ലൂമിനെയും കൊണ്ട് സ്റ്റേജിൽ കയറി. അവനാണെങ്കിലോ തറയിലുള്ള എന്തൊക്കെയോ തറയിൽ കിടപ്പുണ്ട്, അതിൻ്റെ എല്ലാം മണം പിടിക്കുന്നുണ്ട്, കോൺസെൻട്രേഷൻ. എനിക്കെന്നെ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് നടന്നു വരുന്നേ ഇല്ലായിരുന്നു. എങ്ങനെയൊക്കെയോ അവനെയും കൊണ്ട് നടന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങി. പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവർ കുറേ ഫോട്ടോ എടുത്തു. എൻ്റെ ബ്ലൂമി ഭയങ്കര ഫേമസ് ആയി.
ചുരുക്കി പറഞ്ഞ ബ്ലൂമി ഒരു കുട്ടി സെലിബ്രിറ്റി. അതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. എനിക്ക് നല്ല സന്തോഷമായി. It's a husky on the third position. Bloomy. You can just walk and come back. Yeah. So it's not just the costume. We have judged based on their confidence, their stage presence, how overall they are. Yes, that's Bloomy. And second place. എന്റെ പൊന്നു ഒടുക്കത്ത സർപ്രൈസ് ആയിപ്പോയി. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അവൻ അതിൽ ഒരു പൊസിഷനിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. 3-ൽ ഒരാളാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് സത്യം പറഞ്ഞാൽ കരയണോ ചിരിക്കണോ എന്ന് അറിയാൻ വയ്യ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അവനാണെങ്കിൽ എന്തറിഞ്ഞിട്ടെന്ന് അറിയില്ല. അവൻ സ്റ്റേജിൽ കയറിയിട്ട് അവിടെ വന്ന് അവരാണ് ജഡ്ജ്. ഇപ്പൊ അവൻ ആരെടുത്താണോ ചാടി ദേഹത്ത് കയറി അവർ ജഡ്ജാണ് ഈ കോമ്പറ്റീഷന്റെ. അവരെടുത്ത് ഭയങ്കര സ്നേഹപ്രകടനം. എന്റെ പൊന്നെ അവർ കെട്ടിപ്പിടിക്കുന്നു, ഹൈഫൈ കൊടുക്കുന്നു, മുമ്പ് വെക്കുന്നു. എന്തറിഞ്ഞിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മീൻസ് ഒരു പെറ്റ് പേരന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. എന്നോ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് കിട്ടാത്ത പോയൊരു കാര്യം എൻ്റെ പട്ടിക്കുട്ടിക്ക് കിട്ടി. അത് ഞാൻ വളർത്തി എൻ്റെ പെറ്റിന് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി അടുത്ത ക്രൗണിങ് സെക്ഷൻ. അപ്പോൾ ഓരോ പൊസിഷനിലെത്തിയ ആൾക്കാർക്കും അവർ ക്രൗൺ വെക്കുന്ന ഒരു സെക്ഷനാണ്. അയ്യയുടെ ദൈവം, എനിക്കിത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മീൻസ് നല്ല രസമുണ്ടായിരുന്നു അവൾ നടക്കാനൊക്കെ. അവൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര അവൾക്കൊരു VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. മീൻസ് അവളുടെ ചിറകിൽ ഞങ്ങൾ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് എല്ലാം കത്തിയപ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാത്രിയും കൂടെ അല്ലേ ലൈറ്റ് കത്തിയപ്പോൾ ഭയങ്കര രസം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അടിച്ച് കിട്ടി പോനെ കിട്ടി എന്ന് പറയാൻ തോന്നി അവിടെ. ഇതെനിക്ക് ഉറക്കനെ എന്തായാലും അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള എൻ്റെ ജീവിതത്തിൽ ഭയങ്കര എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിലൊരു പ്രൈസ് അവൾക്ക് കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാനുള്ള വാക്കുപോലും എനിക്കില്ല. അത് അങ്ങനെ ഞങ്ങൾക്ക് ക്രൗൺ വെക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു. ഞാൻ ക്രൗൺ വെക്കാൻ വേണ്ടി ഇരിക്കുമോ എനിക്കൊന്നും അറിയത്തില്ല. ക്രൗൺ വെക്കാൻ വന്നവർ വല്ലതും ചെയ്യുമോ കടിക്കുമോ പിടിക്കുമോ എന്ന് നിർത്താം. ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനിലായിരുന്നു. പിന്നെ ഞാനോട് അവിടെ കൂടാൻ ഇരുന്നു. ഞാനിരുന്നാൽ പിന്നെ അവൾ എണ്ണീക്കൂലല്ലോ. അങ്ങനെ അവർ വന്ന് ഇവർ ഗോവയിൽ നിന്നുള്ള ഗസ്റ്റാണ്. അവർ വന്ന് ക്രൗൺ വെച്ച പാടെ എൻ്റെ ബ്ലൂമി അവർക്കിട്ടൊരു കിസ്സും കൊടുത്ത്. സന്തോഷ പ്രകടനമാണോ ഇതൊന്നും അറിയത്തില്ല. ക്രൗൺ എന്താന്ന് പോലും അവൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതൊക്കെ അവളങ്ങ് തട്ടിക്കളഞ്ഞു, അവളെ കുലുക്കി കളഞ്ഞതെല്ലാം. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് വെച്ച് അവർ പറഞ്ഞ് വിൻ ചെയ്ത ആൾക്കാരൊക്കെ ഒരു റാമ്പിൽ ഒരു തവണയോടെ വാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ ഗിഫ്റ്റ് വൗച്ചറൊക്കെ കിട്ടിയിട്ടോ. എനിക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കിട്ടിയത്. അത് എനിക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട്, കുട്ടിക്കുട്ടിക്കല്ല എനിക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട് ഇവിടുത്തെ ഒരു ഷോപ്പിന്റെ ഡ്രസ് കൂപ്പണാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വാക്കിന് വേണ്ടി ചെന്നു. അപ്പം ഞാൻ ജസ്റ്റ് ആ ക്രൗണൊന്ന് വെച്ചുകൊടുക്കുന്നപ്പോൾ ആ ക്രൗൺ എടുത്ത് ഒറ്റ ഏറ് കടിച്ച് ദൂരെ എറിഞ്ഞ് കളഞ്ഞ് എന്തോന്ന് ചെയ്യാണെന്ന് പറയാം. അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അത്രയുള്ള മെച്യൂരിറ്റി അല്ലേ ഉള്ളു, അത്രയുള്ള അറിവല്ലേ അവർക്കുള്ളു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ചേരം നിന്ന് അവിടെ നിന്ന് ആൾക്കാർക്കും എല്ലാവർക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസിനൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ മെല്ലെ താഴെ ഇറങ്ങി. പക്ഷെ എൻ്റെ കുട്ടികളെല്ലാം ഭയങ്കര ടയേർഡായിട്ടോ. കുട്ടികൾ മാത്രമല്ല, മനുഷ്യന്മാരായി ഞങ്ങൾ മുതലും ടയേർഡായി. അങ്ങനെ അവർക്ക് ഭയങ്കര ദാഹമൊക്കെ ആയി. അപ്പോൾ അവർ വീണ്ടും വിളിച്ചു ഞങ്ങൾ ഒന്നും കൂടി ഫോട്ടോ സെക്ഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ പോയി ഫോട്ടോ എടുത്ത് പിന്നെ പിള്ളേരെയും കൊണ്ട് എൻ്റെ മോളെയും ഈ 4 പിള്ളേരെയും കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. പിള്ളേരെ ഉദ്ദേശിച്ച് എൻ്റെ പെറ്റ്സാട്ടോ. ഞാനൊരു സ്ഥലത്തിരുന്ന് അർച്ചന അപ്പോഴത്തേക്ക് അവിടെ എല്ലാം കറങ്ങി നടന്ന് കുറച്ച് വീഡിയോസ് എടുത്ത്. കുറേ പെറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ, കുറേ ഉണ്ടായിരുന്നു. മറ്റേ എന്താ പറയുക, ഒത്തിരി മൃഗങ്ങളുണ്ടായിരുന്നു. നമുക്ക് കയ്യിലെടുക്കാം. നമ്മൾ സാധാരണ എക്സിബിഷൻ ഹാളിൽ പോകുമ്പോഴത്തേക്ക് ഈ പാമ്പിന് അതിനൊക്കെ നമ്മൾ പൈസ കൊടുത്തല്ലേ എടുക്കുന്നത്. ഇവിടെ അങ്ങനെ കൊടുക്കണ്ട. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനെയൊക്കെ കയ്യിലെടുക്കാം, തോളത്തിടാം, ടച്ച് ചെയ്യാൻ, ചിലന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറേ ഫുഡ്സ് ഉണ്ട്, പിന്നെ കുറേ ഗെയിംസ് ഉണ്ട്, കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമുണ്ട്. അങ്ങനെ കുറേ അധികം സാധനം ഉണ്ട്. ക്ലേ വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, പോട്ടൊക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൾമോസ്റ്റ് ചെന്നപ്പോൾ തന്നെ അത് കുറേ ഡിലേ ആയി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഷോ തുടങ്ങി. അപ്പോൾ നേരെ ഡയറക്റ്റ് ഞങ്ങൾ ഷോയിലാണ് കയറിയത്. ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവരൊക്കെ പാക്കപ്പിൻ്റെ സമയത്ത് ലാസ്റ്റ് ആയിരുന്നു. 10 മണിയോളം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ ഓൾറെഡി ഞങ്ങൾ ടയേർഡായി. പിന്നെ ഇവരെയും കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കായി. ഇപ്പം ഞാൻ ബ്ലൂമിനെ മാത്രം, അതായത് പട്ടിക്കുട്ടിനെ മാത്രം കൊണ്ടുവരികയാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് ഓക്കെ, ഞങ്ങൾ 3 പേര് മാറി മാറി പിടിച്ച് നടക്കാന്ന് പറയും. പക്ഷേ 3 പൂച്ച പിന്നെ പട്ടി ഇതെല്ലാം കൊണ്ട് നടക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അതിൽ അർച്ചനയുടെ 2 പൂച്ചയും ഞങ്ങൾ കൂട്ടിൽ ബാഗ് കൊണ്ടുപോയി ബാഗിനുള്ളിൽ ഇട്ടിരുന്നത്. എൻ്റെ മാത്രം ഒരാൾ ഷോൾഡറിൽ വെച്ചിരുന്നു. പിന്നെ പട്ടി ആയതുകൊണ്ട് അവൾ നടന്നു പോയി.
അങ്ങനെ എന്തായാലും സംഭവം കളറായിട്ടോ. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ട് കൂടി എനിക്ക് അതിൻ്റെ ഹാങ് ഓവർ അങ്ങോട്ട് മാറുന്നില്ല, ബ്ലൂമിക്ക് കിട്ടി എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ പൂച്ചക്കുട്ടിൽ കിട്ടി കേട്ടോ, പ്രത്യേകം പറയണം കേട്ടോ. അവർക്കും കിട്ടി 3 ഗിഫ്റ്റ് വൗച്ചർ കിട്ടി. 2000 വെച്ചിട്ട് ഡ്രസ്സ് വാങ്ങാനായിട്ട്. അതും ഒരു ഷോപ്പിൽ തന്നെയാണ് ഡ്രസ്സ്, നമ്മളിടുന്ന ഡ്രസ്സില്ല, അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചർ യൂസ് ചെയ്ത് ഡ്രസ്സ് കളക്ട് ചെയ്യാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ലോട്ടറി അടിച്ചു എന്ന് പറയാം. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷം കിട്ടിയതിന്റെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുള്ള നിമിഷം. ഇത് നോക്കിക്ക് അവർ പാമ്പിനെയൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ പാമ്പിനെ? എനിക്ക് ഭയങ്കര പേടിയാ. പാമ്പിൻ്റെയൊക്കെ മുഖം കാണാനൊക്കെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്, വെളുത്ത പാമ്പിൻ്റെ ഒക്കെ കാണാനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് എനിക്ക് മേല് പെരുക്കൂല കാണുമ്പോഴത്തേക്ക്. എനിക്ക് എടുക്കാൻ തോന്നൂല, ഫ്രീ ആയിട്ട് തന്നാൽ പോലും എടുക്കാൻ തോന്നൂല എനിക്ക്. ഞാൻ തത്തയൊക്കെ ഇല്ലേ, വലിയ തത്തമ്മ, അതിനെയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഫേസ് കണ്ടോ? ഇത് ഇങ്ങനെ ആൾക്കാരെങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയില്ലപ്പാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് ഇറങ്ങാൻ ടയേർഡായി. അവർക്ക് എല്ലാവർക്കും കുറച്ച് വെള്ളമെല്ലാം കുടിപ്പിച്ച് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. സ്നാക്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചില്ല രാവിലെ, അപ്പോൾ അത് കുറച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കണ്ടെത്തുന്ന നിർത്തില്ല, ഞങ്ങൾ ആകെ ടയേർഡാ. അതേ ചിറകിൻ്റെ ലൈറ്റൊക്കെ പൊഴിഞ്ഞു പോയി. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ വന്ന് അങ്ങനെ. പക്ഷെ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് ഡിലേ ആയി, ഫുഡെല്ലാം തീർന്നു. വരുന്ന വഴിക്ക് എന്തെങ്കിലും പോയി കഴിക്കാമെന്നും പറഞ്ഞ് നല്ല ഒട്ടുക്കത്ത വിശപ്പുണ്ടായിരുന്നു, സത്യമേത്ത വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ പാക്കപ്പ് ചെയ്യുക. അങ്ങനെ ഇവരെല്ലാവരും ഞാൻ കൊണ്ടവിടെ വെളിയിൽ നിർത്തിയിട്ട് ഞാൻ കാർ പാർക്കിങ്ങിൽ പോയി. ഇത് അർച്ചനയുടെ കലാവിരുദ്ധം. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവളോട് ഒപ്പിച്ചു വെച്ച വീഡിയോ ആണ് ഈ കാണുന്നതൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ ആർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും എൻ്റെ കൊച്ചു കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഹൈലൈറ്റ് എൻ്റെ പെറ്റ്സ് ആയിരുന്നു. അപ്പോൾ എൻ്റെ പെറ്റ്സും അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഷോയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. ഇന്ന് ലാസ്റ്റ് എൻ്റെ ബ്ലൂമിക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ട് വേണം നിങ്ങൾ ഓഫ് ചെയ്യാനായിട്ട്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു. അടുത്തൊരു പുതിയ നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.